നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കണ്ടശങ്കടവ് ജലോത്സവത്തിന്റെ ഭാഗമായി അഖില കേരള വടംവലി മത്സരം നടന്നു. ചൂലൂരിൽ ഗണേശ വിഗ്രഹം അടിച്ചു തകർത്തതിൽ ഹിന്ദു ഐക്യവേദി പ്രതിഷേധിച്ചു. പഴുവിൽ ഫൊറോന ദേവാലയത്തിൽ മെഗാ തിരുവാതിരക്കളി അരങ്ങേറി. വാർത്തകൾ വിശദമായി. ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫിക്ക് വേണ്ടി നടത്തുന്ന കണ്ടശങ്കടവ് ജലോത്സവത്തിന്റെ ഭാഗമായി നടന്ന അഖില കേരള വടംവലി മത്സരത്തിൽ ചെറുപ്പുളശ്ശേരി റെഡ് ഫോസ്റ്റ് ജേതാക്കളായി. ബോട്ട് ജെട്ടിയിൽ തിങ്ങി നിറഞ്ഞ കാണികളെ സാക്ഷി നിർത്തി നടന്ന ഫൈനലിലെ കലാശ പോരാട്ടത്തിൽ പാലക്കാട് റെഡ് സെവൻസിനെ തോൽപ്പിച്ചാണ് ചെറുപ്പുളശ്ശേരി വിജയം കൈവരിച്ചത്. പ്രമുഖ 15 ടീമുകളാണ് മത്സര രംഗത്ത് ഉണ്ടായിരുന്നത്. ഞായറാഴ്ച വൈകിട്ട് ആരംഭിച്ച മത്സരം രാത്രി 10:30 സമാപിച്ചത്. മത്സരം ആരംഭിച്ച വിശുദ്ധാവൻ റഫറിയിൽ നിന്നും കടന്നു വന്നിരിക്കുന്നു. കോർട്ടിന്റെ തെക്ക് ഭാഗത്ത് 7 പടക്കുതിരകളിതാ നിർദ്ദേശപ്രകാരം അങ്ങനെ അടിവെച്ച അതാണ് മത്സരം. അന്തിക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ്, KV വിനോദൻ, കാർത്തികേയൻ വെണ്ണയ്ക്കൽ, PK സജീവ്, ജെയ്മോൻ എന്നിവർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്തും ടൂറിസം ഡിപ്പാർട്ട്മെന്റും അത് ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഈ ജലമാമാങ്കത്തിന് ഈ വർഷം നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ജനപ്രതിനിധികൾ ആരായാലും കണ്ടശങ്കടവ് ജലോത്സവം ഒരു കാരണവശാലും മുടങ്ങിപ്പോകരുത് എന്നാണ് ഞങ്ങൾ ഏവരും ആഗ്രഹിക്കുന്നത്. അതിന് കഴിയാവുന്ന രീതിയിലേക്ക് അതിന്റെ സംഘാടനം എത്തിക്കേണ്ട കേന്ദ്രങ്ങളിലേക്ക് തന്നെ ജില്ലാ സംസ്ഥാന സർക്കാരിന്റെ അടക്കം സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംഘാടകർക്ക് വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെ ഏറ്റവും സന്തോഷത്തോടുകൂടി തന്നെ ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പാകെ കാര്യങ്ങൾ സൂചിപ്പിക്കാൻ കഴിയും. പെരിഞ്ഞനം ലയൺസ് ക്ലബ്ബ് ഓണാഘോഷത്തോടനുബന്ധിച്ച് അരി വിതരണം നടത്തി. ലയൺസ് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഹരിദാസ് ആലേക്കാരൻ അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് സെക്രട്ടറി സുധീഷ് പഴുപറമ്പിൽ, റീജിയണൽ ചെയർമാൻ പ്രസന്നൻ തറയിൽ, PK ജോൺസൺ, KK ബാബുരാജൻ, ജിത്ത് മണ്ടത്ര എന്നിവർ സംസാരിച്ചു. 600ഓളം കുടുംബങ്ങൾക്കാണ് അരി വിതരണം നടത്തിയത്. ചന്ദ്രാപിന്നിയിലെ പുരാതന തറവാടായ കൊട്ടേക്കാട്ട് കുടുംബയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും നടത്തി. ചന്ദ്രാപിന്നി സെയിന്റ് ആന്റണീസ് ചർച്ച് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രഭാഷകൻ VK സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരി മനോമോഹനൻ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് K ബാലചന്ദ്രൻ, സെക്രട്ടറി K പ്രസന്നരാജു, K ജ്ഞാനശേഖരൻ, IP രാമചന്ദ്രൻ, K ഗോപകുമാർ, A ശിവദാസ്, രഞ്ജിത്ത് മേനോൻ എന്നിവർ സംസാരിച്ചു. K രവീന്ദ്രനാഥന്റെ കവിതകളുടെ സമാഹാരം ഏകാന്ത പഥികൻ ചടങ്ങിൽ സുരേഷ് ബാബു പ്രകാശനം ചെയ്തു. കുടുംബത്തിലെ വിമുക്ത ഭടന്മാരെ ആദരിച്ചു. ഡെപ്യൂട്ടി കളക്ടർ K രേവ, കോഓപ്പറേറ്റീവ് ബാങ്ക് സെക്രട്ടറി അമ്പിളി ജയൻ, ഡോക്ടറേറ്റ് ലഭിച്ച നീലിമ പ്രതീഷ് എന്നിവരെ ആദരിച്ചു. 10-12 ക്ലാസുകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെയും അനുമോദിച്ചു. കുട്ടികളും മുതിർന്നവരും പങ്കെടുത്ത ഗാനമേളയും നടന്നു. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് തൊഴിലകം പ്രാദേശിക തൊഴിൽ മേള സംഘടിപ്പിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സ വഫൂർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK വത്സമ്മ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MK ഫൽഗുണൻ, മോനിഷ ലിജിൻ, ശോഭന ശാർങ്ങധരൻ, RK ബേബി, ലീവേജ് പ്രതിനിധി സെൻഫീർ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി K മധുരാജ് എന്നിവർ സംസാരിച്ചു. 800ഓളം തൊഴിൽ അന്വേഷകർ രജിസ്റ്റർ ചെയ്യുകയും 220 പേർ പങ്കെടുക്കുകയും ചെയ്തു. ഇവരിൽ നിന്നായും 42 പേരെ തൊഴിലിനായി തിരഞ്ഞെടുക്കുകയും 120 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു. തൊഴിൽ മേളയുടെ തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും സഹായക ക്ലാസുകൾ ഉടൻ ആരംഭിക്കുമെന്നും താൽപ്പര്യമുള്ളവർ മതിലകം ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെടണമെന്നും സംഘാടകർ അറിയിച്ചു. എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാനും
ശ്രമിക്കുന്നു ഗവൺമെൻറ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അത് ജനങ്ങളുടെ പിന്തുണയോടുകൂടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. കുറച്ച് നാൾക്ക് മുമ്പെങ്കിലും നിങ്ങളിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, തൊഴിലില്ലാത്ത ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കും, ഞങ്ങൾ രജിസ്റ്റർ ചെയ്യും, വ്യാപാര സ്ഥാപനങ്ങളെ കാണും, അതിന് തൊഴിൽ പൂരം നടത്തും, വിജ്ഞാന കേരളം പദ്ധതി വരും. ഇതൊന്നും ആലോചിച്ചിട്ടുള്ള വഴി പഠനം എൻ്റെ പ്രവർത്തനം, പഠിച്ചു കഴിഞ്ഞാൽ ജോലി നേടുക എൻ്റെ പണിയെന്നാണ്. അതൊന്ന് ഒന്ന് മാറ്റം തരും. ഞങ്ങളും കൂടി ചേരും. ആര്? ജനപ്രതിനിധികളും അതുപോലെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളും അതുപോലെ വലിയ കമ്പനികളും വ്യാപാര സ്ഥാപനങ്ങളെല്ലാം ചേർന്നിട്ടാണ് ഈ പദ്ധതിക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വാടനപ്പള്ളി പഞ്ചായത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ച 1, 5, 14, 17, 18, 19, 20 എന്നീ 7 വാർഡുകളുടെ ആദ്യഘട്ട പട്ടിക SDPI വാടനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി പ്രഖ്യാപിച്ചു. പഞ്ചായത്തിന്റെ കാലങ്ങളായുള്ള വികസന മുരടിപ്പിന് കാരണക്കാരായ ഇടത് വലത് മുന്നണികളുടെ കാപട്യ രാഷ്ട്രീയത്തിനും BJPയുടെ വിദ്വേഷ രാഷ്ട്രീയത്തിനും എതിരെ യഥാർത്ഥ ബദലായി സാമൂഹിക നീതിയും സുസ്ഥിര വികസനവും ജനക്ഷേമവും ഉദ്ദേശിച്ചുള്ള ജനകീയ ഇടപെടലുകളോടെയാണ് പാർട്ടി തിരഞ്ഞെടുപ്പിൽ പങ്കാളികളാകുന്നതെന്ന് പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കൾ പറഞ്ഞു. പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗം മണ്ഡലം പ്രസിഡന്റ് KK ഹുസൈർ, സെക്രട്ടറി RV ഷെഫീർ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നൌഫൽ വലിയകത്ത്, സെക്രട്ടറി സനോബർ, ജോയിന്റ് സെക്രട്ടറി ഷെഫീർ എന്നിവർ സംസാരിച്ചു. BKMU കാരമുക്ക് വടക്ക യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മണലൂർ ഗ്രാമപഞ്ചായത്തിലെ 18, 10 വാർഡുകളിലെ 100-ൽ അധികം വരുന്ന കർഷക തൊഴിലാളികൾക്ക് ഓണസമ്മാനമായി ബിരിയാണി കിറ്റ് സൗജന്യമായി വിതരണം ചെയ്തു. BKMU മണലൂർ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി PV ഗിരീഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് അനക്സ് ചിരോത്ത് അധ്യക്ഷത വഹിച്ചു. കാരമുക്ക് വടക്ക യൂണിറ്റ് സെക്രട്ടറി വിജയൻ വേളക്കേത്ത്, സാവിത്രി ചള്ളേപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഓണം വിപണനമേള CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ അധ്യക്ഷതയായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, CDS ചെയർപേഴ്സൺ മണി ശശി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷഫീർ, വാർഡ് മെമ്പർമാരായ രഞ്ജിത്ത് കുമാർ, ജ്യോതിരാമൻ, മിൽന സ്മിത്ത്, അനിത ശശി, മിനി ചന്ദ്രൻ, സരിത സുരേഷ്, CDS വൈസ് ചെയർപേഴ്സൺ സുമൈറ ബഷീർ, TI ചാക്കോ, AV ശ്രീവത്സൻ എന്നിവർ സംസാരിച്ചു. മുൻകാലങ്ങളൊക്കെ അപേക്ഷിച്ച് വളരെയേറെ മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എല്ലാ രംഗത്തും വിപുലമായ എല്ലാ വിധത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് ജനങ്ങളോട് താല്പര്യം സംരക്ഷിക്കാൻ ആണ് നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് വിവിധ മേഖലയിൽ എല്ലാ രംഗത്തും മാതൃകപരമായ പ്രവർത്തനമാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. തൊഴിലാളികൾക്ക് അതുപോലെ വിവിധ മേഖലയിലുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ലഭിക്കേണ്ട വെള്ളക്കുറവിൽ ലഭിക്കേണ്ട ഉൽപ്പന്നങ്ങളൊക്കെ നമ്മുടെ ഈ പറയുന്ന ഓണച്ചന്തയിൽ കൂടെ പോയി ലഭിക്കുകയാണ്. എന്നാൽ ഓണച്ചന്ത നമ്മുടെ മുൻകാലത്തേക്ക് അപേക്ഷിച്ച് മെച്ചപ്പെട്ട ആരോഗ്യപരമായ രീതിയിലേക്ക് അത് വലിയ പ്രവർത്തനമാക്കി മാറ്റിയെടുക്കാൻ കഴിയത്തക്ക രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട് എന്ന് നമ്മുടെ നാട്ടിക ബീച്ച് ഗ്രാമീണ ഗ്രന്ഥശാലയുടെയും സർദാർ കലാവേദിയുടെയും ഓണാഘോഷവും MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 12 ലക്ഷം രൂപ ചെലവ് ചെയ്ത് നിർമ്മിച്ച കോസ്റ്റ്ഫോർഡ് ഗ്രന്ഥശാലയുടെ 2ാം നിലയിൽ നിർമ്മിച്ച ഗ്രന്ഥശാല ഹാളിന്റെ ഉദ്ഘാടനവും നടന്നു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ആദ്യം കുറച്ച് പൈസയുടെ ചില അതുമായി ബന്ധപ്പെട്ടുണ്ടായി പോരാ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അത് പുതുക്കി ഈ ഹാളിന് ആവശ്യമായ ഫണ്ട് എത്രയാണ് ഞാൻ പറഞ്ഞോ അത് തരാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് പറയേണ്ടായി. അപ്പം ഞാൻ കൂടുതൽ കാര്യങ്ങൾ പിന്നെ ഈ ഗ്രാമപ്രദേശത്തിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ദിനേശ് വളരെ വ്യക്തമായി നമ്മുടെ മണപ്പുറം പ്രദേശത്തെ മണ്ണിനെക്കുറിച്ച് അതിൻ്റെ സാഹചര്യ കലാ സാംസ്കാരിക രംഗത്തെ പുരോഗതിയെ സംബന്ധിച്ച് വായനശാല പുസ്തകവുമായി ബന്ധപ്പെട്ടുള്ള ആ വായനയെക്കുറിച്ചൊക്കെ വളരെ ആരോഗ്യപരമായ രീതിയിലുള്ള ഒരു ചെറിയ നിർദ്ദേശം നമ്മളോട് പറയേണ്ടായി. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അത്യാവശ്യം ചില കാര്യങ്ങൾ ഈ നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ ചെയ്തു തീർത്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് ഡൊറോത്തിയ മച്ചിങ്ങലിന്റെ ഫോട്ടോ അനാച്ഛാദനം CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു നിർവഹിച്ചു. പ്രതിഭാതീരം പദ്ധതിയുടെ ഉദ്ഘാടനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് നിർവഹിച്ചു.
കലാസാംസ്കാരിക സമ്മേളനം ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക പഞ്ചായത്തിലെ മുഴുവൻ ഹരിതകർമ്മസേന അംഗങ്ങളെയും തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ആദരിച്ചു. നാട്ടിക പഞ്ചായത്തിലെ ആശാവർക്കർമാരെ ഗ്രന്ഥശാല വനിതാവേദി സെക്രട്ടറി K നസീമ ആദരിച്ചു. ലൈഫ് സപ്പോർട്ട് പ്രവർത്തകരെ ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA പ്രസിഡന്റ് UK ഗോപാലൻ ആദരിച്ചു. കൂപ്പൺ നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാനദാനം ഗ്രന്ഥശാല കോർഡിനേറ്റർ PK സുധർമ്മൻ വിതരണം ചെയ്തു. തുടർന്ന് സംഗീത നൃത്ത സന്ധ്യ അരങ്ങേറി. പരിപാടികളിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും സമ്മാനങ്ങൾ ഗ്രന്ഥശാല ഭാരവാഹികൾ വിതരണം ചെയ്തു. CPI നാട്ടിക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CS മണി, ഗ്രന്ഥശാല സെക്രട്ടറി PV ദിലീപ് കുമാർ, ഗ്രന്ഥശാല പ്രസിഡന്റ് PP വിനോദ് എന്നിവർ സംസാരിച്ചു. കിളിമഞ്ചാരോ കീഴടക്കി പ്രവാസി മലയാളി സഫീർ സിദ്ദീഖ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ 5895 മീറ്റർ ഉയരമുള്ള കിളിമഞ്ചാരോ പർവ്വതം കീഴടക്കി പ്രവാസി മലയാളി 48 വയസ്സുകാരൻ സഫീർ സിദ്ദീഖ് ചരിത്രത്തിന്റെ ഭാഗമായി. ഏനാമാവ് സ്വദേശിയും പുഴങ്ങരയിലത്ത് സിദ്ദീഖിന്റെ മകനുമായ സഫീറാണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. കഴിഞ്ഞ 20 വർഷമായി ഖത്തർ എനർജിയിൽ അഡ്മിൻ അസിസ്റ്റന്റായി ജോലി ചെയ്യുന്ന സഫീർ സാഹസികതയോടുള്ള താല്പര്യത്തിന്റെ ഭാഗമായാണ് പർവ്വതാരോഹണത്തിന് ഇറങ്ങിയത്. ഖത്തറിൽ നിന്ന് ടാൻസാനിയയിലെത്തിയാണ് അദ്ദേഹം യാത്ര തുടങ്ങിയത്. സംഘത്തിൽ സഫീറിനൊപ്പം US സ്വദേശിയായ പോൾ വർത്ത്, സ്കോട്ട്ലൻഡുകാരനായ അസ്റ്റെയർ കെനത്ത് എന്നിവരും ഉണ്ടായിരുന്നു. വഴികാട്ടികളായി 3 പ്രൊഫഷണൽ ഗൈഡുകളും സംഘത്തോടൊപ്പം ചേർന്നു. 2025 ജൂൺ 6 ആരംഭിച്ച യാത്ര 6 ദിവസത്തെ സാഹസിക പോരാട്ടത്തിനൊടുവിൽ 11 വിജയിച്ചു. സമുദ്രനിരപ്പിൽ നിന്ന് 19,341 അടി ഉയരത്തിൽ ഇന്ത്യൻ ത്രിവർണ്ണ പതാക ഉയർത്തിയപ്പോൾ ജീവിതത്തിലെ വലിയ സ്വപ്നം സ്വന്തമാക്കിയ ആവേശമായിരുന്നു എന്ന് സഫീർ പറഞ്ഞു. യാത്രക്കിടയിൽ മഴ, മഞ്ഞ്, കഠിനമായ സൂര്യപ്രകാശം തുടങ്ങി വിവിധ കാലാവസ്ഥകൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. 6 മാസത്തെ തയ്യാറെടുപ്പിനൊടുവിലായിരുന്നു സഫീറും സംഘവും യാത്ര നടത്തിയത്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും എഴുത്തുകാരനുമായ NA നസീർ, ഹൈക്കിംഗ് വിദഗ്ധൻ ഗിരീഷ് രാമനാഥൻ എന്നിവരുമായി ഉണ്ടായിരുന്ന അടുപ്പവും അവരുടെ പുസ്തകങ്ങളിൽ നിന്ന് നേടിയ അറിവും ഉത്തരാഖണ്ഡിലെ മലനിരകളിലെ അനുഭവമാണ് കിളിമഞ്ചാരോ കീഴടക്കാനുള്ള പ്രചോദനമെന്ന് സഫീർ പറയുന്നു. മികച്ച ചിത്രകാരൻ കൂടിയാണ് സഫീർ. ഇടവേള. മെഗാ ഓണം ഓഫർ. ഈ ഓണം നമ്മുടെ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആഘോഷിക്കൂ. നിങ്ങളുടെ ഓരോ പർച്ചേസിനും ഓണപ്പുടവയും മറ്റനേകം സമ്മാനങ്ങളും 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങളുടെ ഒരു വലിയ ശേഖരം നിങ്ങളെ കാത്തിരിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്കും 80 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. ട്രെൻഡി സിൽവർ ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. നിങ്ങളുടെ പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഓണക്കാലത്ത് 0% എക്സ്ചേഞ്ച് ഓഫറിലൂടെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വിലയിലോ തൂക്കത്തിലോ കുറയാതെ പുതിയ സ്വർണ്ണാഭരണമാക്കി മാറ്റൂ. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പണിക്കൂലി.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. അറിഞ്ഞല്ലേ, ഓണം കളറാക്കാൻ അർച്ചന സിൽക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ഓണക്കോടികളുടെ ഏറ്റവും പുതിയ കളക്ഷൻ, ഗുണമേന്മയിലും ഏറ്റവും വിലക്കുറവിലും നിങ്ങൾക്ക് മുന്നിൽ. റെഡിമെയ്ഡ് ഡ്രസ്, സാരികൾ, ജീൻസുകൾ, ടോപ്പുകൾ, മെൻ ആൻഡ് വുമൻസ് കിഡ്സ് വെയേഴ്സിന്റെ ട്രെൻഡി കളക്ഷൻസുകൾ ഏറ്റവും കുറഞ്ഞ വിലയിലും ഗുണമേന്മയിലും. പൊന്നിൻ ചിങ്ങവും പൊന്നോണവും അടിച്ചു പൊളിക്കാൻ വേറെ എന്ത് വേണം? നമ്മുടെ അർച്ചന സിൽക്സിന്റെ തൃപ്രയാറും വാടാനപ്പള്ളിയിലും ഷോറൂമുകളിൽ പുത്തൻ കളക്ഷൻ ഉള്ളപ്പോൾ ഓണക്കോടിക്കാണോ ഇനി പ്രശ്നം? കേരളത്തിലെ മികച്ച ഫാഷൻ ലോകമായ അർച്ചന സിൽക്സിൽ ഓണക്കോടികളുടെ ഈ മഹാപ്രപഞ്ചത്തിൽ വന്ന് നിങ്ങളുടെ ഓണക്കോടി സ്വന്തമാക്കൂ. ഓണത്തിരക്കൊഴിവാക്കൂ. നമ്മുടെ സ്വന്തം അർച്ചന സിൽക്സ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. പുത്തൻപേടിയ സെയിന്റ് ആന്റണീസ് ഇടവകയിലെ ജെറുസലേം കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. തിരുവാതിരക്കളി, കോൽക്കളി, വിവിധ നൃത്തങ്ങൾ, വടംവലി എന്നിവയുണ്ടായി. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. യൂണിറ്റ് പ്രസിഡന്റ് ഷാജു ഡേവിഡ്, സെക്രട്ടറി ഷൈൻ തട്ടിൽ, ട്രഷറർ ജോൺസൺ താണിക്കൽ, ജോജി മാളിയേക്കൽ, PV ഡേവിസ്, ജോൺസൺ മാങ്ങൽ, ജോജു താണിക്കൽ, ബെറ്റ്സി ഷാജി, ഷൈനി ജോയ് എന്നിവർ നേതൃത്വം നൽകി. പള്ളിയിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജനന തിരുനാളിന് ഒരുക്കമായിട്ടുള്ള 8 നോമ്പ് ആചരണത്തിനും അഖണ്ഡ ജപമാലയ്ക്കും 178 മണിക്കൂർ ആരാധനയ്ക്കും റോസാമിസ്റ്റിക്ക ഭവനിൽ വിശുദ്ധ കുർബാനയോടെ ആരംഭം കുറിച്ചു. തിരുകർമ്മങ്ങൾക്ക് ഫാദർ സ്റ്റീഫൻ അറക്കൽ, ഇടവക വികാരി ഫാദർ ടെഡ്സ് കുന്നപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി. കൈക്കാരന്മാരായ പുത്തൂർ ഐനിക്കൽ ഡേവിസ്, ജോഫി CJ, കുരുതുകുളങ്ങര ദാസ്, PRO വാലിക്കുടത്ത് നിൻജോ ജോസ് എന്നിവർ നേതൃത്വം നൽകി. 67 വർഷം പിന്നിട്ട് ആലപ്പാട് പ്രവർത്തിച്ചു വരുന്ന ചന്ദ്രധാര തിയേറ്റേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും പ്രതിഭ ആദരണവും നടത്തി.
പ്രസിഡന്റ് ജോസ് ലൂയിസിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് തിയേറ്റേഴ്സിലെ മുതിർന്ന അംഗങ്ങളായ ശശി കുമാരശ്ശേരി, KG സുഗതൻ, TN കുട്ടൻ, KV പ്രേംലാൽ, KB ശൈലജ ടീച്ചർ എന്നിവർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. സ്പെയിനിൽ നടന്ന ലോക മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഗെയിംസിൽ 100 മീറ്റർ, 200 മീറ്റർ സ്പ്രിന്റ് ഇനങ്ങളിലെ സ്വർണ്ണ മെഡൽ ജേതാവായ ആലപ്പുഴ സ്വദേശി ഡോക്ടർ ആൽവിൻ ആന്റണി 5 ദശാബ്ദത്തിലധികമായി കരാട്ടെ പരിശീലകനായും ഇപ്പോൾ ചീഫ് ഇൻസ്ട്രക്ടറായും പ്രവർത്തിക്കുന്ന ഷിഹാൻ ഉസ്മാൻ, സംഗീതത്തിലും പഠനത്തിലും മികവ് നേടിയ ആർദ്ര രാജേന്ദ്രൻ എന്നിവരെ ആദരിച്ചു. സെക്രട്ടറി ബാലരാമൻ പെരുമ്പുള്ളി, ഗുജാൻജി, KV ഹരിലാൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഓണക്കളി, വീരനാട്യം, ചന്ദ്രധാര ഓർക്കസ്ട്ര ടീമിന്റെ ഗാനമേള എന്നിവയുണ്ടായി. കണ്ടശങ്കടവ് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജനന തിരുനാളിന് അസിസ്റ്റന്റ് വികാരി ഫാദർ അജിറ്റ് ചിറ്റിലപ്പള്ളി കൊടിയേറ്റി. സെപ്റ്റംബർ 7-8 തീയതികളിലെ തിരുനാളിന്റെ മുന്നോടിയായി 8 ദിവസ നോമ്പാചരണം ആരംഭിച്ചു. സെപ്റ്റംബർ 8-ന് വൈകിട്ട് 5:30 ആരംഭിക്കുന്ന ആഘോഷമായ തിരുനാൾ തിരുക്കർമ്മത്തിന് ഫാദർ ജോസ് ചാലയ്ക്കൽ മുഖ്യ കാർമ്മികനാവും. ഫാദർ ജോൺസൺ ആക്കാമറ്റത്തിൽ തിരുനാൾ സന്ദേശം നൽകും. തിരുനാളിനോടനുബന്ധിച്ച് ലതീഞ്ഞ്, നൊവേന, രൂപം എഴുന്നള്ളിച്ച് വയ്ക്കൽ, ജപമാല പ്രദക്ഷിണം, നവനാൾ ദിനങ്ങളിൽ നേർച്ചക്കഞ്ഞി വിതരണം, തിരുനാൾ ഊട്ട് എന്നിവ ഉണ്ടാകുമെന്ന് വികാരി ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ അറിയിച്ചു. ട്രസ്റ്റിമാരായ ജിൻഡോ ചാലിശ്ശേരി, ജോസഫ് അറയ്ക്കൽ, ജോൺസൺ പോൾ, ജെയ്സൺ പോൾ, ബൈജു ജോർജ്, കൺവീനർ അരുൺ ആന്റണി എന്നിവർ നേതൃത്വം നൽകും. ചൂലൂർ ഗണേശോത്സവത്തിൽ ഗണേശ വിഗ്രഹം അടിച്ചു തകർത്തതിൽ പ്രതിഷേധിച്ച് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനം BJP തൃശൂർ സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി കൊടുങ്ങല്ലൂർ താലൂക്ക് സെക്രട്ടറി ജ്യോതി ബാസു, BJP സൗത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് PS അനിൽകുമാർ, BJP കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് കാർത്തിക സജയ്, SC മോർച്ച സൗത്ത് ജില്ലാ പ്രസിഡന്റ് രാജേഷ് കൊട്ടാരത്ത്, ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി രഞ്ജു പെരിഞ്ഞനം എന്നിവർ സംസാരിച്ചു. നാളുകളിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ മേഖല ഡേഞ്ചർ പ്രദേശമാണ്. ആ ഡേഞ്ചർ പ്രദേശത്ത്, അപകടകരമായ ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള കുൽസിത ശ്രമങ്ങൾ നടത്തി ഇവിടെ ഒരു വർഗീയ കലാപം സൃഷ്ടിക്കാൻ, ആ കലാപം സൃഷ്ടിച്ചിട്ട് അതിൽ നിന്ന് മുതലെടുക്കാനാണ് CPM ശ്രമിക്കുന്നത് എങ്കിൽ ഞങ്ങൾക്കത് മനസ്സിലാകും. ഞങ്ങൾ പുറകോട്ടില്ല. നിങ്ങൾക്കറിയാമല്ലോ, CPM-ന് അറിയാം, ഭാരതീയ ജനതാ പാർട്ടി ഉൾപ്പെടുന്ന സംഘപരിവാർ പ്രസ്ഥാനം അത്തരം കാര്യങ്ങൾക്ക് പുറകോട്ട് പോകുന്ന ആളുകളില്ല. അതുകൊണ്ട് ഞങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്, ഒരു നിരീക്ഷണത്തിലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു സൂചന എന്നുള്ള നിലയ്ക്ക് ഇത്തരത്തിലുള്ള നടത്തിയത്. പഴുവിൽ ഫൊറോന ദേവാലയത്തിൽ മെഗാ തിരുവാതിരക്കളി അരങ്ങേറി. സീനിയർ CLC സംഘടനയുടെ നേതൃത്വത്തിലാണ് മെഗാ തിരുവാതിരക്കളി നടത്തി ഓണാഘോഷത്തിന് തുടക്കമിട്ടത്. തുടർന്ന് വിശ്വാസ പരിശീലന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും വിവിധ ഓണക്കളികളും പായസം ഫെസ്റ്റും ഉണ്ടായിരുന്നു. പഴുവിൽ ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ പരിപാടികൾക്ക് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സംസാരിച്ചു. നാട്ടിക വലപ്പാട് കൊടിയമ്പുഴ ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ വലപ്പാട് ബീച്ച് ബ്രഹ്മതേജോമയം ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ച ശിവയോഗിനി മാതാവിന്റെ പൂർണ്ണകായ പ്രതിമയുടെ അനാച്ഛാദനവും തൃപ്പടി സമർപ്പണവും നടന്നു. വലപ്പാട് ബീച്ച് ബ്രഹ്മതേജോമയം ക്ഷേത്രാങ്കണത്തിൽ നടന്ന സമർപ്പണ ചടങ്ങ് അമരിപ്പാടം ഗുരു നാരായണാശ്രമം മഠാധിപതി സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ ഉദ്ഘാടനം ചെയ്തു. കൊടിയമ്പുഴ ദേവസ്വം വേദവ്യാസ സഹായ നിധി ചെയർമാൻ PV ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. തൃപ്പയാർ കപിലാശ്രമം അധ്യക്ഷൻ സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി, മോഹൻജി ഫൗണ്ടേഷൻ അധ്യക്ഷൻ ബ്രഹ്മഋഷി മോഹൻജി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മക്കൾക്ക് ഒരു മരം എന്ന പദ്ധതിയുടെ ഭാഗമായി 2000 പേർക്കുള്ള ചന്ദനമര തൈകളുടെ വിതരണോദ്ഘാടനം സായ് സഞ്ജീവനി ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി ശ്രീഹരി നാരായണ സ്വാമികൾ നിർവഹിച്ചു. ഡോക്ടർ യോഗിദാസ്, CR പ്രസന്നൻ, കൊടിയമ്പുഴ ദേവസ്വം പ്രസിഡന്റ് KK പീതാംബരൻ, സെക്രട്ടറി എന്നിവർ സംസാരിച്ചു. ശിവഗിരി മഠത്തിൽ ഗുരുദേവനെ അവസാനമായി ശുശ്രൂഷിച്ച മാധവാനന്ദ സ്വാമികളാണ്
അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ സന്യാസം സ്വീകരിക്കുന്നത്. അത് കഴിഞ്ഞ് പ്രകാശാനന്ദ സ്വാമികളാണ് അമ്മയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തന്നത്. അമ്മയുടെ 100ാം ജന്മദിനം ഉദ്ഘാടനം ചെയ്ത ശിവഗിരിയിലെ പ്രസിഡൻ്റായിരുന്ന വിശുദ്ധാനന്ദ സ്വാമിയാണ് 3ാമത് അമ്മയെക്കുറിച്ച് പറയുന്നത്. 37 വർഷങ്ങൾക്ക് മുമ്പ് അമ്മയുടെ സമാധിയിൽ ചെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി. പലവരും അമ്മയുടെ ജീവചരിത്രം ഞാൻ വായിക്കുകയുണ്ടായി. അതിൻ്റെ അന്തസ്സാരയാണ് ഞാൻ പറയാൻ പോകുന്ന വാക്കുകൾ. അമ്മ ആരാണെന്നറിയാൻ അമ്മയുടെ ജീവചരിത്രം നല്ലതാണെങ്കിൽ കൂടിയും കുറേ കൂടി എഴുതാനുള്ള ജീവചരിത്രം അമ്മയുടെ ഉണ്ടെന്നുള്ളതാണ് ശിവഗിരിയിലെ ഗുരുദേവൻ്റെ ശിഷ്യപ്രമുഖനായിരുന്ന ശങ്കരാനന്ദ സ്വാമി മഠാധിപതിയായിരിക്കുമ്പോൾ അമ്മയായിട്ട് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ആളാണ് ശങ്കരാനന്ദ സ്വാമികൾ. ഇവരുടെ എല്ലാം വാക്ക് വായിച്ചെടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരാശയം ഇതാണ്: എത്ര നിർമ്മലമായിരുന്നു അമ്മയുടെ മനസ്സ്. രോഗങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് ശരീരത്തിനെ മാത്രമേ ബാധിച്ചിട്ടുള്ളായിരുന്നുള്ളൂ. മനസ്സിനെ അല്പം പോലും കളങ്കമില്ലാത്ത നിർമ്മലമായ മനസ്സ്. നമ്മളൊക്കെ ഹിമാലയത്തിൽ പറയും ഗംഗ ഇങ്ങനെ പരിശുദ്ധമായി ഒഴുകുന്നു, എല്ലാവരെയും പുണ്യാഹം കൊണ്ട് തളിച്ചുകൊണ്ട്. ഇതുപോലെ അമ്മയുടെ ജീവിതം. തളിക്കുളം ഗ്രാമപഞ്ചായത്തും തളിക്കുളം കൃഷിഭവനും സംയുക്തമായി ഓണസമൃദ്ധി 2025 കർഷക ചന്ത സംഘടിപ്പിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത അധ്യക്ഷയായി. സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന സബ്സിഡി ഉപയോഗപ്പെടുത്തി 30% വിലക്കുറവിലാണ് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നത്. അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചറൽ ഓഫീസർ റൈഹാന പദ്ധതി വിശദീകരണം നടത്തി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത ടീച്ചർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, വാർഡ് മെമ്പർമാരായ IS അനിൽകുമാർ, ഷിജി CK, KK സൈനുദ്ദീൻ, ജീജ രാധാകൃഷ്ണൻ, ബിന്നി അറയ്ക്കൽ, കുടുംബശ്രീ ചെയർപേഴ്സൺ മീന രമണൻ, തളിക്കുളം കൃഷി ഓഫീസർ TR അഞ്ജന എന്നിവർ സംസാരിച്ചു. ADC അംഗങ്ങളായ EPK സുഭാഷിതൻ, TL സന്തോഷ്, TK വിമല, കാർഷിക സൗജന്യ വൈദ്യുതി ഉപഭോക്തൃ സമിതി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. വളരെ സന്തോഷകരമായ അനുഭവം പങ്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. പിന്നെ ഓരോ ഉൽപ്പന്നത്തിനെ സംബന്ധിച്ചത് പേരൊക്കെ എഴുതി, അതിൻ്റെ വിലയെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഗ്രാമീണമായി ബന്ധപ്പെട്ട പച്ചക്കറികൾ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നു. കുടുംബശ്രീകൾ എല്ലാവരും ഈ രംഗത്ത് ഉള്ളത് കൊണ്ട് വളരെ ഭംഗിയായി മെച്ചപ്പെട്ട രീതിയിൽ ഇപ്പം എല്ലാവർക്കും റെക്കോർഡ് ഇതാണ് കിട്ടുന്നത്, വിലയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ വിലക്കുറവിൻ്റെ എല്ലാ സാധനം കൊണ്ടും ജനങ്ങൾ മുഴുവനും സന്തോഷകരമായ അനുഭവമാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ ഓണമായി ബന്ധപ്പെട്ട് മുന്നോട്ട്. അതുകൊണ്ട് പട്ടികജാതി വികസന വകുപ്പ് താന്യം ഗ്രാമപഞ്ചായത്തിലെ ബാപ്പുജി നഗറിൽ 1 കോടി രൂപ അനുവദിച്ച് പൂർത്തിയാക്കിയ അംബേദ്കർ ഗ്രാമ വികസന പദ്ധതിയുടെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു നിർവഹിച്ചു. SC വിഭാഗത്തിൽ 30 ലക്ഷവും ST വിഭാഗത്തിൽ 4,48,000 ജനസംഖ്യ കേട്ടോ. കേരളത്തിലെ ആകെ ജനസംഖ്യയാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ കണക്ക് ഇപ്പോൾ 2025 നമ്മൾ നിൽക്കുന്നത്. ആ സമയത്ത് ഒരു 33-34 ലക്ഷം വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. ST വിഭാഗത്തിൽ ഒരു 5 ലക്ഷവും കണക്കാക്കാം. ഇതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു ശരാശരി SC ST വിഭാഗത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത്. ആ വിഭാഗത്തിൻ്റെ സാമൂഹ്യമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറേ കാലമായിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ എല്ലാം ഞാൻ പറയുന്നില്ല. CC മുകുന്ദൻ MLA അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, സ്റ്റേറ്റ് നിർമ്മിതി കേന്ദ്രം റീജിയണൽ എഞ്ചിനീയർ സതീദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ VN സുർജിത്ത്, ഷീന പറയങ്ങാട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷറഫ്, അന്തിക്കാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ MT ദിജി എന്നിവർ സംസാരിച്ചു. നഗറിലെ വീടുകളുടെ പുനരുദ്ധാരണം, പുതിയ റോഡ്, ഡ്രൈനേജ് എന്നിവയുടെ നിർമ്മാണം, ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കൽ, കിണർ നവീകരണം എന്നിങ്ങനെയുള്ള പ്രവൃത്തികളാണ് പദ്ധതിയിൽ പൂർത്തിയാക്കിയത്. പഠനമുറി, സേഫ് പദ്ധതി, ലൈഫ് പദ്ധതി ഗുണഭോക്താക്കളുടെ താക്കോൽദാനവും മന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു. കണ്ടശങ്കടവ് മാമ്പള്ളി ദേശം ഞെട്ടിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടത്തിയ ലക്ഷാർച്ചന ഭക്തി നിർഭരമായി. കാർഷിക സമ്പദ് സമൃദ്ധിക്കും കുടുംബാംഗങ്ങളുടെയും ദേശവാസികളുടെയും ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി നടത്തിയ ലക്ഷാർച്ചനയ്ക്ക് ക്ഷേത്രം തന്ത്രി ചെമ്മാലിൽ നാരായണൻകുട്ടി തന്ത്രി, ബിജു നാരായണൻകുട്ടി ശാന്തി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഞായറാഴ്ച രാവിലെ നിർമാല്യ ദർശനം, മഹാഗണപതി ഹോമം, കലശപൂജ, ലക്ഷാർച്ചന ആരംഭം എന്നിവ നടത്തി. വൈകിട്ട് സമൂഹാർച്ചന, ലക്ഷാർച്ചന സമാപനം, മംഗളാരതി, തുടർന്ന് അർച്ചന കലശം എഴുന്നള്ളിപ്പ്, അഭിഷേകം, വിശേഷൽ പൂജയും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് വിശ്വംഭരൻ, സെക്രട്ടറി ആദർശ്, ട്രഷറർ പ്രജു, വൈസ് പ്രസിഡന്റ് സുകുമാരൻ, ജോയിന്റ് സെക്രട്ടറി രമേശൻ എന്നിവർ നേതൃത്വം നൽകി. നാട്ടിക അന്തിക്കാട്ട് കുടുംബം ഓണനിനവ് 2025 ഓണാഘോഷത്തോടനുബന്ധിച്ച് പൂക്കള മത്സരം നടത്തി. 14 ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ ടീം ചാച്ചു ചിനായി 1ാം സ്ഥാനം നേടി. ടീം തുമ്പപ്പൂവ് 2ാം സ്ഥാനവും ടീം സുമം 3ാം സ്ഥാനവും നേടി. മധു തനിമ, പ്രകാശൻ AS, പ്രശാന്ത് മോഹൻ, വിഷ്ണു, സതീശൻ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ടശങ്കടവ് ജലോത്സവത്തിന്റെ ഭാഗമായി അഖില കേരള വടംവലി മത്സരം നടന്നു. ചൂലൂരിൽ ഗണേശ വിഗ്രഹം അടിച്ചു തകർത്തതിൽ ഹിന്ദു ഐക്യവേദി പ്രതിഷേധിച്ചു. പഴുവിൽ ഫൊറോന ദേവാലയത്തിൽ മെഗാ തിരുവാതിരക്കളി അരങ്ങേറി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.